സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്, ഗർവമാനസനേക്കാൾ സമമാനസൻ ശ്രേഷ്ഠൻ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിനേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്ന് പറയുന്നു. പലപ്പോഴും നാം ആരംഭം മോശമായിരിക്കുകയാണെങ്കിൽ അതിനെ തള്ളിയിട്ട് ഒരു ക്ഷമയില്ലാതെ ഇട്ടിട്ട് പോകുന്ന ഒരു പതിവാണ് കാണപ്പെടുന്നത്. പക്ഷേ ആരംഭത്തിനേക്കാളും അവസാനം നല്ലതാണ് എന്ന് നന്നായിരിക്കുമെന്ന് ദൈവവചനം പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ വരുന്ന ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പല കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും നിലനിൽക്കുവാൻ നിവർത്തിയില്ല, പലവിധമായ ആക്ഷേപങ്ങളും നമുക്ക് നേരായിട്ട് കടന്നു വരാം. പക്ഷേ നാം ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കതിലൊരു വിഷമം തോന്നുകയും ഇല്ല. കാര്യം എന്തുമെന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം നോക്കിക്കോളും എന്ന് നമുക്ക് ഉറച്ചൊരു വിശ്വാസം തോന്നും. അപ്പം സഭാപ്രസംഗി പറയുകയാണ് ഇവിടെ ഗർവമാനസനേക്കാൾ മാനസൻ ശ്രേഷ്ഠൻ എന്ന് പറയുന്നു. അപ്പോൾ ക്ഷമയോടുകൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ശ്രേഷ്ഠത എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, മക്കളുടെ കാര്യത്തായാലും കുടുംബത്തിലുള്ള ഏതൊരു അംഗത്തിൻ്റെ ഒരു കാര്യത്തിലായാലും ചില കാര്യങ്ങൾ നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ക്ഷമിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ഷണ്ടകളും പിണക്കങ്ങളും വന്ന് അവിടെ ആത്മഹത്യകളും അല്ലെങ്കിൽ ഡൈവേഴ്സുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാറുണ്ട്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അല്പക്ഷമ കുറവ് ആയതുകൊണ്ട് നടക്കുന്നതാണ്. നമുക്കറിയാം, മോശെ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ക്ഷമ തൻ്റെ ഒരു സൗമ്യനായി ഇരുന്നിട്ടും ആ ക്ഷമ ആ സമയത്ത് മാറിപ്പോയപ്പോൾ തൻ്റെ കയ്യിലിരുന്ന് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളെ പാറയിലടിച്ച് ഉടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് നിമിത്തം ആ ഒരു തെറ്റ് താൻ ചെയ്തു. അപ്പോൾ അത് ദൈവത്തിന് ഭയങ്കര വിഷമമായി മാറി. പ്രിയ ദൈവമക്കളെ, അതേപോലെ തന്നെയാണ് നാമും ക്ഷമയില്ലാതെ ജീവിതത്തിൽ എടുത്തു ചാടി ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് ചുറ്റുമിരിക്കുന്നവർക്കും അതേപോലെ തന്നെ കർത്താവിനും അത് വളരെ മനസ്സ് വേദന കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നാം ക്ഷമയോടിരിക്കുമ്പോൾ, ക്ഷമമാനസൻ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ക്ഷമയോടിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, തങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ കർത്താവെ മറ്റു പല മേഖലകളിൽ തനിക്ക് നേരായി വരുന്ന കാര്യങ്ങൾ കർത്താവെ അത് ക്ഷമയോട് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആകുന്നത് കൊണ്ട് പലപ്പോഴും പല അനുഗ്രഹങ്ങളെ കർത്താവെ തകർത്തെറിഞ്ഞിട്ട് നിൽക്കുന്ന കർത്താവ് ഈ വ്യക്തി ജീവിതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, ഇവിടെ കർത്താവ് കോപിഷ്ഠനെക്കാളും ശീലൻ ശ്രേഷ്ഠൻ എന്ന കർത്താവെ പറയുന്നത് പോലെ കർത്താവ് ഒരു ക്ഷമയുള്ള മനസ്സുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വന്നു ചേരുവോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.